വരന്മാര് ആവശ്യമുണ്ട്, ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ പരസ്യമല്ലേ? ഇപ്പൊ തെറ്റി വായിച്ചെനിക്ക് ദൈവമേ. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട്. താൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ആ ശരി. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ കഴിയുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. മാറിയിരുന്നേക്കാം. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ആറന്മുള. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നാ സോപ്പ് കൊടുത്തേക്കടോ. എന്ത് സോപ്പാണ് സാർ? ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അങ്ങനെ മാറിക്കടോ. ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? കോയി ബാത്ത് നഹീ. ഇപ്പോഴാ ഓർത്തത്. ബാത്റൂമിൽ പോയില്ല. ഓഹോ. തിരുമിയത് മതി, എനിക്കൊന്നുമില്ലടാ എന്ന് പറഞ്ഞ അങ്ങനെ ഈ വീട്ടില് ഒരൊറ്റക്കയം മതി. നോക്കി നടക്കേയില്ല. അയ്യോ ഇതെന്തു പറ്റി? കയ്യൊന്നിടറി. ആണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പോയ കാര്യം എന്തായി? അതോ, അത് ഞാൻ പുല്ല് പോലെ സോൾവ് ചെയ്ത് അല്ലേ? ദൈവമേ, ഈ കൊടയുടെ തുണി എന്തേ? ഇതാ സേട്ടുവിന്റെ പടിയല്ലേ? ഇത് ഒടിച്ചിട്ട് പോന്ന കൊടയാട് നേരത്തെ എടുത്തതാ, മാറിപ്പോയതാ. ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കേസ് വരും. അയ്യോ, ആ പെണ്ണ് കൂടെ ഉള്ളത് വനിതാ പോലീസ് ആണാവോ? ഇത് നിങ്ങളുടെ വീടായിരുന്നോ? ദയവേ തന്നെ പോലീസിൽ പിടിപ്പിക്കരുത്, അറിയാതെ എടുത്തതാ. അത് ശരി. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു വഴക്കൊന്നും വേണ്ട കുട്ടി. ഞാൻ അതിനൊന്നുമല്ല വന്നത്. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മയമ്മല്ലേ? നിനക്ക് അങ്ങനെ തന്നെ കാണോടാ. മോളെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാനാ. പക്ഷെ എന്റെ കൈക്ക് വയ്യല്ലോ. അയ്യോ, ഞങ്ങൾക്കിന്ന് പ്രോഗ്രാം ഉള്ളതാ. മോള് വിഷമിക്കണ്ട, എന്നെക്കാളും നന്നായിട്ട് മെഹന്തി ഇടാൻ ഇവനറിയാം. എന്തോ? നീ എങ്ങോട്ടാ? എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നീ ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് പോയാ മതി. ബൈ ദ ബൈ, അയാൾ മണവാളൻ. മൈലാഞ്ചി ഞാൻ ഇട്ടാ മതിയോ? സാറിനറിയാവോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ. വേണ്ട, ഓ, ഈ മരങ്ങോടൻ ഇട്ടാ മതി. അതെ, എന്റെ പേര് മരങ്ങോടൻ അല്ല. അതെന്തോ ആകട്ടെ, ഇയാൾക്ക് പറ്റുമോ ഇല്ലയോ? എന്റെ റേറ്റ് കുറച്ച് കൂടുതൽ, 1000 രൂപ വരും. ഓക്കെ, ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോ? ഓട്ടം പോലുള്ള കാർ ഇരിക്കുന്നത്. മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ല. വേണ്ട വേണ്ട വേണ്ട, കിളി വേണ്ട. വേണ്ടേ? എടോ, ഞാൻ തനിക്കൊരു 33,000 രൂപ തരാനുണ്ടാ. ഞാൻ ആ 33,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വരുമ്പോ താൻ മുങ്ങിയ ഞാനെന്ത് ചെയ്യും? താങ്ക് യു സാർ. കിളി വേണം, കിളി വേണം. കയറിക്കോ. ഫ്രണ്ടിൽ കയറിയാ മതി. പോട്ടെ. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ? വിത്ത് പ്ലഷർ. അയ്യോ, ഗ്യാസറ്റ് ചുറ്റി പിടിച്ച ആകെ ഗുൽമാലായി. പുതിയ മംഗോളിയൻ ഡിസൈനാ. ഓരോരുത്തരുടെ മുഖത്തിന് മാച്ച് ചെയ്തിടുന്നാണേ. എന്നാ പിന്നെ എന്നെ അങ്ങ് സെറ്റ് ചെയ്തേക്ക്. വരൂ. അയ്യോ, എന്റെ ബാഗ് ഫ്രണ്ട്സിന്റെ കയ്യിലാണല്ലോ. കോളേജിലേക്ക് വന്നാ തരാം. തീപ്പൊടിച്ചോ? എന്തോ? അയ്യോ, നീ ഇവിടെ തീർപ്പുണ്ടായിരുന്നു. ഞാൻ ആടിന് പ്ലാവലം കൊണ്ട് വന്നാണ്. പോയി കാശൊന്നും മേടിച്ചോണ്ടോ? പിന്നെന്താ? ഇവനെ തന്നെ അതിന്റെ കൂടെ വിടണോ മോനെ? നീ എവിടെയൊക്കെ തട്ടിമറിഞ്ഞു വീഴാണ്. ഒരു പ്രാവശ്യം ഈ തള്ളയുടെ പുറത്ത് വീണിരുന്നെങ്കിൽ അടങ്ങാനായിട്ട്. ആ കുട്ടി വണ്ടിയെട്. ഞാനെങ്ങനെ ഓടിക്കാ? എന്റെ കയ്യിൽ മെഹന്തി അല്ലേ, ഇയാൾ ഓടിച്ചാ മതി. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാനെങ്ങനെ പോവാ? ഇവനെ ഓടിക്കാൻ അറിയാ. ഇവൻ എയർപോർട്ടിൽ ടാക്സി ഓടിക്കുന്ന ആളല്ലേ? അത് ടാക്സി അല്ലേ, ഇത് പ്രൈവറ്റാ. അത് ഞാൻ ഓർത്തില്ല. മരങ്ങോടെ ഒന്നും കൊണ്ട് ആക്കിയിട്ട് വാടാ. അതെ, എനിക്കൊരു 500 തരേണ്ടി വരും. തരാം. 400 രൂപ കൂടുതലല്ലേടാ?
500. ആ മുടുക്കൻ. ആ ഡോർ തുറക്ക്. ഓ ഭയങ്കര ബോറടി. ഇയാൾ എന്തെങ്കിലും തമാശ പറയോ? ഞാനൊരു കൊമേഡിയൻ അല്ല. പക്ഷെ ഒരു കോമാളി ലുക്കുണ്ട്. തനിക്കൊരു മന്ദബുദ്ധിയുടെ ഫേസ് ഉണ്ട് എന്ന് വെച്ചാൽ മന്ദബുദ്ധിയല്ലല്ലോ. യോ ഒന്ന് വണ്ടി നിർത്തിയേ. എന്താ? എനിക്കൊരു ചിക്കൂസ് വേണം. എന്തൂസ് വേണം? ചിക്കൂസ്. ചിക്കൂസ്. ചേട്ടാ ഒരു ചിക്കൂസ്. ഹലോ, ഞാൻ കാവേരിയാ. ഐ ആം സോറി. അയ്യോ, ഐ ആം സോറി. അയ്യോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഏതോ ഒരു പെണ്ണുമായിട്ട് കാറിൽ പോകുന്ന കണ്ടല്ലോ. എവിടെ വെച്ച്? അതൊക്കെ കണ്ടു. അല്ല, എന്നെ നിങ്ങക്ക് അറിയോ? അറിയാം. എങ്ങനെ? അതൊക്കെ അറിയാന്നേ. അല്ല ആരാ പെൺകുട്ടി? ആ, അതാണ് ആ പിശാശി. ഞാൻ മാപ്പ് പറയാൻ പോയി പറഞ്ഞില്ലേ, ആ പിശാശി. താൻ അവളെ പിശാചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂടെ കൊണ്ട് നടക്കുന്ന എന്തിനാ? അതിനൊക്കെ കഴുത്തിറപ്പും കൂലിയല്ലേ നമ്മൾ മേടിക്കണേ. അപ്പോഴേ ആ ഫോൺ എന്നാ തിരിച്ചു തരുന്നേ? ഇന്ന് തന്നെ തരും. ആ കാറിലിരിക്കണ ജന്തുവിനൊന്ന് ഡ്രോപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. താനിങ്ങ് വാ. ഇതെന്താ? ചിക്കൂസ്. ജ്യൂസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊട്ട. എന്നെ പൊട്ടാന്ന് വിളിച്ചാണ്ടല്ലോ. തന്നെ അല്ലോടോ പറഞ്ഞത് പൊട്ട, ചിക്കൂസ് പൊട്ട്. ഹലോ, ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇതാ. എന്നാ കൂടി. കൈവച്ചല്ല വായി വെച്ച്. എന്നാ ഹലോ. നിപ്പിളിട്ട് തരട്ടെ. ഇറങ്ങ്. ഞാനെങ്ങനെ ഡോറ് തുറക്കാനാ? ഓ എന്റെ ദൈവമേ, പിള്ളേക്കുണ്ടല്ല ചാട്ട വാർന്നടിക്കണം. വേഗം ഇറങ്ങും മേഡം. അയ്യോ, അതെ ഈ സ്കേർട്ട് ഒന്ന് പൊക്കി തരുമോ? എന്തിനാ മൂത്ര വയ്ക്കാനാ? വെള്ളം കിടക്കുന്നുണ്ടല്ലേ, ഡ്രസ്സ് തന്നെ, അതുകൊണ്ടാ. എന്റെ ഒരു വിധി. നടക്ക്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ. പിള്ളേരുടെ സ്വഭാവം നോക്ക്. ചില മന്ന ബുദ്ധി പിള്ളേരുടെ. മരം കൂടാ. നടക്കുമോളെ. ഇതിലും വലിയ കാസറ്റ് ഞാൻ എടുത്തേക്കണേ. എന്നെയാണ് അയാൾ ആ സെറ്റ് അഴിച്ച് കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് ഇപ്പഴെങ്ങും വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. ഗംഗേ, ഒരു അബദ്ധം പറ്റിയിട്ടി. നമ്മുടെ പ്രോഗ്രാമിന്റെ കാസറ്റിലെ അത് ഇവരുടെ പൊട്ട വണ്ടിയിലെ സെറ്റിൽ കുടുങ്ങി. ധർമ്മേന്ദ്രൻ വന്നാലേ എന്നെ വിടുന്നു പറഞ്ഞ് ഈ സുന്ദര കോതകൾ എല്ലാരും കൂടി എന്നെ ഗൗരവ ചെയ്യായിരുന്നു. കോപ്പി എടുത്ത കാസറ്റ് ഇല്ലേ? കോപ്പി എടുത്തിട്ടില്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് പോണം. താനോട് നിക്ക്. വാ. അല്ല, നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? ആരും റെഡിയാവുന്നില്ലേ? സോങ്ങിന്റെ കാസറ്റ് റെഡി. എല്ലാ പാട്ടും വെവ്വേറെ ഉണ്ട്. താഴെപ്പോയി. ദൈവമേ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഞാനെന്ത് പണിയെടുത്തിട്ടാണ് ഇത് കിട്ടിയത്? മുഴുവനുണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല. ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി കിച്ചി. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ കൊടുക്ക. സുഭാഷ് സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം. ഇന്ദ്രരത്തം. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. പഞ്ചാബി. ഇയാൾക്ക് പാടാൻ അറിയോ? തനിക്ക് പാടാൻ അറിയോന്ന്? ഇല്ല. 2000 രൂപ തരാം. അല്ല, അപ്പൊ മെഹന്തി ഇട്ടെന്റെ കാശ് ആര് തരും? കാശിനൊക്കെ വലിയ ആക്രാന്താണല്ലേ? പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെപ്പോ ഉള്ളവർക്കൊന്നും ഇതിന്റെ വില അറിയില്ല. ഹരികൃഷ്ണ, നമ്മളെ പടക്ക കമ്പനി കത്തിപ്പോയടാ.
അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു, കറവ് പണി. പശുവിനെ അല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്കിശുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്കി ഞാനുണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തരും. അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിലും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു കിടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ നീയൊക്കെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ട്. സാല കുത്തെ കമീനെ ഉല്ലുക്ക പട്ട് കുത്തേക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? നിർത്തടാ. ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. തല്ലേ ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളി എന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. ദാ, നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എടാ മണവാളത്തട്ടി, എന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. മിസ്റ്റർ കരൺജി, ആക്ച്വലി പടക്ക കമ്പനി എങ്ങനെയാ കത്തിയത്? എല്ലാം ഞാൻ അറിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് എഴുതി സമാധാനിക്കാൻ. സത്യത്തിൽ പൊട്ടിത്തെറിച്ചപ്പോഴാ നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. കാശ് ഇന്ന് വരും, നാളെ പോകും, നാളെ വരും, മറ്റന്നാ പോകും. നിങ്ങൾക്ക് നാളെ വരാനുള്ളത് ഇന്നേ പോയി. പിന്നെ എങ്ങനെ നിങ്ങൾ എനിക്ക് കാശ് തരും? അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. കാശ് കിട്ടുന്ന മറ്റൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ചെക്കന് വേണ്ടി നോക്കിക്കൊള്ളാം. വരട്ടെ. ഹലോ, ഞാനാ കാവേരി. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. അത് ശരി, കുറച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്നാലും ഇങ്ങോട്ട് വിളിച്ച് പറയില്ലല്ലേ ഫോൺ എപ്പോ തരൂന്ന്. തന്നേക്കാം. എനിക്കെന്തിനാ തന്റെ ഈ... എന്താ പെട്ടെന്ന് സ്വരം മാറിയേ? അതാ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ. ആഹാ, അങ്ങനെ തന്റെ സൗകര്യം നോക്കി വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മര്യാദയ്ക്ക് എന്റെ ഫോൺ തന്നോ. തരാൻ സൗകര്യമില്ലടി, നിങ്ങളുടെ കേസ് കൊടുക്ക്. ഹലോ. സോറി, ഞാൻ കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു. സോറി പറയേണ്ടത് ഞാനല്ലേ, സിറ്റുവേഷൻ നോക്കാതെ സംസാരിച്ചതിന്. 3-4 പേര് വിളിച്ചപ്പോഴാ പടക്ക കമ്പനി കത്തിയ കാര്യം ഞാൻ അറിഞ്ഞത്. ആ പിന്നെ ഒരാള് വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒരു തമിഴൻ. ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ സമാധാനിപ്പിച്ചു. അയാള് ചോദിക്കാ, ഇന്ത മാതിരി പേസറത്തുക്ക് നീ ആരാടീന്ന്. ഞാൻ പറഞ്ഞു പൊണ്ടാട്ടിയാന്ന്. അപ്പൊ അയാള് പറയാ, നിന്റെ കാണവന്റെ കയ്യും കാലും തല്ലി ഒടിക്കുമെന്ന്. ചിലപ്പോ അതും ചെയ്യും. നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് തന്ന പാർട്ടിയാ. ഓ, എങ്കിലെന്റെ ഫോൺ വേഗം തിരിച്ചു തന്നോളൂ കേട്ടോ. കയ്യും കാലും ഇല്ലെങ്കിൽ പിന്നെ ഫോൺ എങ്ങനെ കൊണ്ടുതരിക? ഞാൻ എന്റെ പോക്കറ്റ് മണിന്ന് കുറച്ച് പണം അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ പ്രശ്നമൊക്കെ തീരുവോ? പോക്കറ്റ് മണിയോ? ഒരു പെട്ടി നിറയെ കാശുണ്ടെങ്കിലും എന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഏതായാലും പറയാൻ തോന്നിയല്ലോ, താങ്ക്സ്. ആ, ഇനി എന്റെ മൊബൈൽ വെച്ചുകൊണ്ടിരുന്ന തനിക്ക് ചീത്തയാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നാളെ തന്നെ തിരിച്ചു തന്നേക്കാം. രാവിലെ 10 മണിക്ക് മറൈൻ പാർക്കിൽ ഞാനുണ്ടാവും, ആദ്യത്തെ ബെഞ്ചിൽ. ദൈവമേ, ഈ കുരിശിൽ നിന്നിട്ട് പെങ്ങോട്ട് കെട്ടിയെടുക്കണം. ഓ, ഇത്രയും ചേർ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇരിക്കാൻ കണ്ടോ? ഹലോ. ഹായ്. ഹലോ. എന്താ കാണാത്ത പോലെ ഇരിക്കുന്നു? അത് കാണാത്തോണ്ടാ. പിന്നെ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതെ, ഒരു വിഷയം പറയണോണ്ട് വിഷമം തോന്നരുത്. ഉം. എന്റെ ഫ്രണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. കുട്ടിയൊന്ന് അപ്പുറത്തേക്ക് ഇരിക്കണോണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കാം. കുട്ടിക്ക് അപ്പുറത്തിരുന്നും പ്രതീക്ഷിക്കാലോ. സോറി. ഞാൻ എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഇത് അടയാളം പറഞ്ഞു പോയി, അതുകൊണ്ടാ. ഞാനും. കുട്ടി അന്ന് കോളേജിൽ വെച്ച് പാട്ടുപാടി സഹായിച്ചത് ഞാനാ, അത് മറക്കാൻ പാടില്ല. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും പറഞ്ഞിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കണതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. ദാ നോക്ക്, സ്പോൺസേർഡ് ബൈ ഗംഗ അസോസിയേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ഡാഡി സ്പോൺസർ ചെയ്തതാ ഇത് മൊത്തം. എന്നാ എല്ലാത്തിലും കയറി നടന്നിരിക്കണി. നിന്റെ ഡാഡി സ്പോൺസർ ചെയ്തല്ലേ? ഹലോ, ഞാൻ കാവേരിയാ. ഇതെവിടെയാ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതവളാ, ആ ഗംഗ. നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ മാറി നിന്നെ. ഛേ, ഇത് താൻ കരുതുന്ന പോലെ മറ്റേ ഐ ലവ് യു കേസൊന്നുമല്ല. മാത്രമല്ല എനിക്ക് ഈ പണക്കാരികളെ പണ്ടേ വെറുപ്പാ, മനുഷ്യത്തല്ലാത്ത വർഗങ്ങൾ. പക്ഷേ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാചാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫോൺ എപ്പോഴാ എക്സ്ചേഞ്ച് ചെയ്തത്? ഒരു കാര്യം ചെയ്യ്, ഇയാൾ മറൈൻ പാർക്കിന് മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വരൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതെ അതെ, എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. അതിന് ഞാൻ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേറെ എവിടെയെങ്കിലും ചെന്നിരുന്നൂടെ? അതോ ഇവിടുത്തെ ചെറുതും കുട്ടിയുടെ ഡാഡി സ്പോൺസർ ചെയ്തതാ? ഈ ഹോട്ടലിൽ തന്നെ എന്റെ ഡാഡിയുടെയാ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കും. എന്നാ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കണേ. സോറി. ഹലോ. താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നില്ല ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവളുടെ ശ്രമം എന്ന് തോന്നുന്നു. അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവൾ ആള് ശരിയല്ല. അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കി ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കണം. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ? പുറത്തു പറയരുതട്ടോ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. എന്താ പറയാ? എന്താ? പോട്ടെ. ചേടാ പോട്ടെ. മോനെ മരങ്ങോടാ. അപ്പൊ ഇതായിരുന്നു മനസ്സിലിരിപ്പ്. അത് പിന്നെ ഞാൻ അയ്യോ, അതെ. ഹരി, നിന്നെ കുറെ കാലം കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു നീ വേറെ ജോലി കിട്ടി പോയിട്ടുണ്ടാവുന്നു. കുറെ കമ്പനിന്നൊക്കെ ഓഫർ വന്നതാ, എല്ലാം കേരളത്തിന് പുറത്ത്. തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം എനിക്കറിയാം. ഇതൊരു ലോങ് ട്രിപ്പാ, കട്ടപ്പണിക്ക്. നീ കൊണ്ടുപോക്കോ. വേണ്ട, നീ കൊണ്ടുപോക്കോടാ. നിങ്ങൾക്ക് ഇവന്റെ വണ്ടി ആയിക്കോട്ടെ. ശരി ഏട്ടാ. സാർ ഒരു മിനിറ്റ്. സാറെങ്ങോട്ടാ? വണ്ടി ടൗൺ ഹാളിലേക്ക് വിടാം. സാർ, ഞാനൊരു ലോങ് ട്രിപ്പ് പിടിച്ചിരിക്കാം. വിരോധമില്ലെങ്കിൽ. ഇത് പ്രീപെയ്ഡ് ടാക്സി അല്ലേ? അതെ. ഇത് ക്യാഷ് അടച്ച റെസിപ്റ്റാ. വണ്ടി വേഗം വിട. ഞാൻ സാറിന് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തെന്ന. വേണ്ട, എനിക്ക് ഈ വണ്ടി തന്നെ മതി. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് വേറെ വണ്ടി പിടിച്ചു പൊയ്ക്കോളാം. സോറി സാർ, നിങ്ങൾ ആ വണ്ടി തന്നെ. ശരി. ഈ വണ്ടിക്ക് ഇത്രയും സ്പീഡേ ഉള്ളോ? വിമാനത്തിന്റെ സ്പീഡൊന്നും കാറിന് കിട്ടില്ലല്ലോ സാർ. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലേ? മൊബൈൽ ടവർ കാറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? ഇവൻ എവിടുന്ന് വന്നതാ? താൻ വണ്ടി ഒന്ന് നിർത്തിക്കേ.
ഹലോ 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 ഗുഡ് മോർണിംഗ്. ആ ഞാൻ എയർപോർട്ടിലോട്ട് കാർ അയച്ചിരുന്നു. ലേറ്റ് ആയി പോയി. ആര് ഞാനോ? അല്ല, കാറ് അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അല്ലല്ലോ. എങ്കിൽ ഫോൺ വെച്ചിട്ട് പോടോ മനുഷ്യനെ. ഓ, shit. ഇപ്പൊ അകത്തും പുറത്തും അഴുക്കായി. വലിയ വാചകമൊന്നും അടിക്കണ്ട. വളയം പിടിക്കുന്നവൻ വളയം പിടിച്ചാ ഓ, നിക്ക്. ഈ വൃത്തികെട്ട കോളത്തിൽ സാറിനകത്തേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് എയർപോർട്ടിൽ ഓടുന്ന VIP വണ്ടിയാ. വണ്ടിയിൽ അഴുക്കാവും. വണ്ടി ഇടറാ. നിർത്ത്. നീ ആ കടയിൽ ചെന്ന് എനിക്കൊരു പാൻസ് ഷർട്ട് വാങ്ങിക്കോ. അയ്യോ, എന്റെ ജോലി വണ്ടി ഓടിക്കാന്നുള്ളത് മാത്രമാണ്. ആ കടയിൽ പോയി എനിക്ക് പാൻസ് ഷർട്ടും വാങ്ങിക്കാൻ നിനക്ക് എന്ത് കൂലി വേണം? ഒരു 200 എടുത്തോ. ആ പിന്നെ ഷർട്ട് 44, പാൻസ് 38. 38 പാന്റും 44 ഷർട്ടുവാ ഈ പൈസക്കാ? ഓ, സൈസിന്റെ കാര്യം പറഞ്ഞ അടമായി. എടോ പരമാനന്ദം, എത്ര മണിക്കാടോ ഫംഗ്ഷൻ? ടൈം ഈസ് ഓവർ സർ. ഓ, ഞാനിതാ എത്തി. ഓക്കേ. ഇതെന്താടോ ഇത്? അവിടെ ഇതൊക്കെ ഉള്ളൂ. ഇനി വേറെ വേണമെങ്കിൽ 25 കിലോമീറ്റർ കൊണ്ട് ഓടണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ പാകിസ്ഥാൻകാരനാണോ? അല്ല, ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. രക്ഷപ്പെട്ടു. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചോ, ആവശ്യം വരും. പോട്ടെ. ചെല്ല. 4 വർഷം തുടർച്ചയായി സേഡ് ജിക്കാണ് അവാർഡ്. ഇത്തവണയും അദ്ദേഹത്തിനായിരിക്കും. അതെ. ഓ, സാർ, ഇത് MTVയുടെ പ്രോഗ്രാം അല്ല, അവാർഡ് ഫംഗ്ഷൻ ആണ്. സാർ എന്താ ഈ അവിഞ്ഞ വേഷത്തില്? അതൊക്കെ പറയാം. തനിങ്ങ് വന്നേ. വാ. ഞാൻ സാറിനെ കൊണ്ട് സ്റ്റേജിൽ എത്തട്ടെ. എന്തിനാ എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്ന്? അത് കേറ്. വേണ്ട സാർ. ആണക്കേടായി സാർ. ഓ, വാ. പരമാനന്ദം, തനിക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. സാർ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ. അടുത്തതായി ഈ വർഷത്തെ ദ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് കേരള അവാർഡ് പ്രഖ്യാപനമാണ്. വ്യവസായ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന വിജയം നേടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിസിനസ്മാൻ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാഘവേന്ദ്ര സേഠ് ഈ വർഷവും മുന്നിൽ തന്നെയുണ്ട്. എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ ബിസിനസ് രംഗത്ത് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച് പുത്തൻ ഉണർവായി മാറിയിരിക്കുകയാണ് മിസ്റ്റർ രമേഷ് പ്രസാദ്. മിസ്റ്റർ രമേഷ് പ്രസാദിനെ ബിസിനസ്മാൻ ഓഫ് കേരളയായി കമ്മിറ്റി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരിക്കുന്നു. മിസ്റ്റർ രമേഷ് പ്രസാദിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവാർഡ് നൽകുന്നതിനായി മുൻ ജേതാവ് ശ്രീ രാഘവേന്ദ്ര സേഠിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഞാൻ ഈ സെൽഫോണിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുക. ഈ ഫോൺ കാരണമല്ലേ നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ പറ്റിയത്. എനിക്ക് ഒരുപാട് പേരുടെ ചീത്ത വിളി കേൾക്കാനും പറ്റി. സാറിന്റെ മോളും മറ്റവനും കൂടി പതുക്കെ പറയണോ. സാറിന്റെ മോളും മറ്റവനും കൂടി റെസ്റ്റോറന്റ് ഇരിപ്പുണ്ട്. കണ്ണ് തെറ്റിയ നീ കുരുത്തം കെട്ട പെണ്ണിന്റെ പിന്നാലെ വാടകി നടക്കുകയാണല്ലേ? മണ്ട വല്ലതും പറ്റിയ എവള് നിന്റെ മണ്ടയിലാവും. നീ പെണ്ണേ, നീ പുളിങ്കൊമ്പേന്ന് വിട്ടുപിടി. നിങ്ങളുടെ കല്യാണം ഞാൻ ഒരു കോലത്തും നടത്തില്ല. എന്ത് നോക്കി നിക്കുവാടി? നീ റൈറ്റിലോട്ട് പോ, നീ ലെഫ്റ്റിലോട്ട് പോ. ഓടാ ഓടി. ആ, ഇതാ ആണ്ടിപ്പട്ടിയാ. ചീത്ത പറയാൻ വിളിക്ക. ഇന്ന് ഇയാൾക്ക് രണ്ടെണ്ണം പറഞ്ഞു. അയ്യോ വേണ്ട. കുറച്ച് കാശ് കടം മേടിച്ചെന്നും പറഞ്ഞു ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർക്ക് ആക്രമണം. എക്സ്ക്യൂസ് മീ, സേഠ്ജിയുടെ മോളല്ലേ? അതെ, ഞാൻ രമേഷ് പ്രസാദ്. ആ ഇത്തവണത്തെ ബിസിനസ് അവാർഡ് കിട്ടിയ. ഇരിക്കൂ. താങ്ക് യു.
സാർ സത്യമല്ല കൺകുളിർക്ക് കണ്ടല്ലോ സാർ. കണ്ടു. ഇപ്പൊ സന്തോഷായില്ലേ? അല്ല ബോധ്യായില്ലേ? ഇനി സാർ ഒന്ന് മൂളിയാ മതി. അവന്റെ കൈയോ കാലോ തലയോ എന്ത് വേണേലും വെട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്ക് തൃപ്തിയായി. അതാണ് സാർ എന്റെ സിൻസിയറിറ്റി. അതല്ലടോ, പിന്നെ ആ പയ്യനെ എനിക്ക് ഇഷ്ടായെന്ന്. അവൾ എന്റെ മോളല്ലേ, അവക്ക് തെറ്റ് പറ്റില്ല. ആ പയ്യനെ എനിക്കറിയാടോ, അവൻ മിടുക്കനാ. അവക്കതാണ് ഇഷ്ടമെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എനിക്ക് പിന്നെ ഞാൻ ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ബൈ. ബൈ. വയറ് നിറച്ചു കൊടുത്തു. അല്ല പിന്നെ ഹരിയും ഗംഗയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ അവൻ എന്റെ ആരാ? മുതലാളി. അവന്റെ പെങ്ങളും എന്റെ മോനും തമ്മിലുള്ള കല്യാണം നടന്നാൽ ഞാൻ ആരാ? മുതലാളി. തീപ്പൊരിക്കുട്ടപ്പാ ഉമ്മ. ബാക്കി കാട്ടി ഞാൻ അടിക്കാം. ഓനെ കാറ് കഴുകാൻ സഹായിക്കടാ പരമാനന്ദമായ മുരളി. നിങ്ങൾ ഇദ്ദേഹത്തിന് കാശ് കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വൃത്തികെട്ട കാർ കഴുകണം? അയ്യോ എന്റെ മരുമകള്. ബാക്കി നീ തന്നെ ചാമ്പിക്കോ. എപ്പോഴാ തുടങ്ങിയത്? അയ്യോ എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി. വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. എന്താണത്? ഒരച്ഛന്റെ സ്നേഹചുംബനം. എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നത്? പോക്കറ്റിൽ നിന്ന് 3 പവന്റെ മോതിരോടുത്ത് ഈ പെങ്കൊച്ചിന്റെ തള്ളവരിലോട്ട് അല്ല മോതിരവരിലോട്ടിട്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് വിവാഹ നിശ്ചയം. അതിന് നിങ്ങൾ ആവശ്യപ്പെട്ട സ്ത്രീധനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. കാരണം ആശുപത്രിയിൽ ഒന്നും കാണിക്കായിരുന്നില്ലേ? ഇത് ഭ്രാന്തല്ല, വെളിവാടാ. ഇന്ന് പുലർച്ചെ ഒരു അലർച്ച കേട്ട് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സാക്ഷാൽ ഭഗവതി മുന്നിൽ. ഒറ്റ ചോദ്യം, നീ ശ്രീകുട്ടിയുടെ കല്യാണം മുടക്കും അല്ലേടാ? അമ്മേ, പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നോട് കരുണ കാണിക്കുക. കരുണ ഹരികൃഷ്ണനോടെല്ലാം വിശദമായിട്ട് പറയണം. അവൻ എനിക്ക് പിറക്കാതെ പോയ എന്റെ മകനാ. എന്റെ കാശും കട എന്തില്ലെങ്കിലേ പിറക്കാതെ പോയ മോന്റെ കയ്യോ കാലം ഞാൻ മുംബൈക്ക് കൊണ്ടുപോകും. കയ്യും കാലം വെട്ടിക്കൊണ്ടു അവൻ എന്താ പച്ചത്തവളയോ? അത് അവന്റെ ഇരിക്കട്ടെ. നിങ്ങളുടെ പണം ഞാൻ തരും. എന്റെ 2 ലക്ഷം സാർ. അതും ഞാൻ തരും. അപ്പൊ എന്റെ 1 ലക്ഷം അതും ഞാൻ തരും. നിനക്ക് കിട്ടാനല്ല, കിട്ടിയാ കൊള്ളായിരുന്നു. നിനക്ക് ഞാൻ തരാം. അതുകളാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും ഞെട്ടരുത്. എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടുത്തെ ഹരികൃഷ്ണന് എന്റെ ഒരേ ഒരു മുതലാളിയുടെ ഒരേ ഒരു മകളുമായി കല്യാണം ആലോചിച്ചിരിക്കുകയാണ്. എന്റെ ഒരേ ഒരു ഉറപ്പിന്മേൽ മുതലാളി ഇത് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഹരികൃഷ്ണൻ ആരാ? ഹരികൃഷ്ണൻ തന്നെ. അല്ല, കോടീശ്വരനാ, കോടീശ്വരൻ. ധർമ്മേന്ദ്ര, മൺവാൾജി കാർ കഴുകൂ. മിസ്റ്റർ ധരം, എന്റെ ഈ ലഗേജിന്റെ വിലങ്ങൊന്ന് അഴിച്ചിരുന്നെങ്കിൽ. അത് കാശ് തന്നിട്ട് അഴിക്കും. നീ ഇതുവരെ ഒരു കാര്യം എന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ നീ എന്നെ അറിയിച്ചില്ല. മോളുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാ ഡാഡി പറഞ്ഞു വരുന്നത്. കല്യാണോ? അതെ, എന്നോർത്ത് നിന്റെ ഇഷ്ടം നോക്കാതെ ഏതെങ്കിലും കാട്ടുമാക്കാനെ നിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഡാഡിയല്ല ഈ ഡാഡി. കറക്റ്റ്. മോള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഈ ഡാഡി നടത്തി തരും എന്ന് കരുതി പഠിത്തത്തിൽ ഉഴപ്പരുത്. ഓക്കെ? സന്തോഷായില്ലേ? ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആരാ? ഞാനാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലേ? കുട്ടിയും ഹരീഷ്ണനും തമ്മിൽ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുന്ന ഡാഡി കണ്ടു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡാഡിക്ക് ഹരികൃഷ്ണനെ ബോധിച്ചു. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. ഈ പരമാനന്ദം നടത്തും. ഇനിയും വെച്ച് താമസിപ്പിക്കണോ? എന്തോന്ന്? മകളുടെ ഇഷ്ടം സാർ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ വിവാഹം പെട്ടെന്ന് നടത്തിക്കൂടെ? അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം? മതി. അതിനു മുമ്പ് ഒരു ലേണിംഗ് ലൈസൻസ് കൊടുത്തൂടെ? നിശ്ചയം, വിവാഹ നിശ്ചയം പറഞ്ഞുറപ്പിച്ചാ പിന്നെ അവര് തമ്മിൽ മിണ്ടിയെന്നും പറഞ്ഞു എന്നും കരുതി ആരും ഒന്നും പറയില്ല. ഇല്ലെങ്കിൽ ലവ് ആണ്, ലൈനാണ്, ലപ്പാണ്, ഡിഗ്രി ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് നാറ്റ കേസാക്കും. അതെ അല്ല? അത് ശരിയാ. എങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് മോതിരം മാറ്റ ചടങ്ങ് നടത്താം. ഈ വരുന്ന 18-ന് 10:40-ന് 43-ന് ഇടയ്ക്ക് ഒരു രഹസ്യ മുഹൂർത്തം ഉണ്ട്. 3 മിനിറ്റിൽ മുഹൂർത്തം. പിന്നെ 11-ൽ വ്യാഴം, 12 വെള്ളി, 13 ശനി, തുടർന്ന് രാഹു ലഗ്നത്തിൽ കയറും. 2.25 മിനിറ്റ് കൊണ്ട് തീരും. തനിക്കെന്താണോ ജോലിസി അറിയാവോ? അറിയില്ല, അറിയുന്ന ആളെ കൊണ്ട് നോക്കിച്ചു. സാറിന്റെ സിൻസിയറിറ്റി ചോദ്യം ചെയ്ത് സങ്കടമുണ്ട് സാർ. ഓക്കെ പരമാനന്ദം, എങ്കിൽ താൻ ആ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഇപ്പൊ തന്നെ ഞാൻ ഉറപ്പിക്കാം.
അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അല്ല, ആരാ ഈ വന്നിരിക്കുന്നത്? എത്ര കാലായിടോ കണ്ടിട്ട്. വരണം വരണം, പ്ലീസ് കം. ഇതെന്റെ മകനാ, അറിയില്ലേ? അറിയുമെന്ന്. ഇത്തവണത്തെ എന്റെ അവാർഡ് തട്ടിയെടുത്ത മിടുക്കനല്ലേ? അവാർഡ് ഫംഗ്ഷന്റെ ഫോട്ടോ കണ്ടപ്പോഴാ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞത്. അതൊക്കെ ഒരു കാലം അല്ലേടോ. ഇനി തന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഇവൻ ബിസിനസ് ചെയ്താൽ നന്നാവൂല എന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹം മേടിക്കാനാണ് ഞാൻ വന്നത്. ഏയ്, എന്താ ഇത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാ, ഇരിക്കേ. ഇരിക്കടോ. ഹലോ. ഹലോ. എന്റെ മോള് ഗംഗ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. ആ, മോള് പോയി നല്ല ചായ ഉണ്ടായിക്കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്ണി ഇവരൊന്നും അറിയട്ടെ. സത്യം പറഞ്ഞ തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്റെ മാനേജർ പരമാനത്തെ ഇപ്പൊ അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എടോ പ്രസാദേ, ഇവനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവനെ പോലെ എന്റർപ്രൈസിംഗ് ആയിട്ട് എത്ര പേരുണ്ടാവും? ഇവനെ എനിക്ക് തന്നുകൂടെ? എന്ന് വെച്ചാൽ എന്റെ മോളും ഇവനും തമ്മിൽ പരിചയമാണെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആ പരിചയം നമുക്കങ്ങ് കെട്ടി ഉറപ്പിച്ചാലോ? എനിക്ക് 100 വട്ടം സമ്മതം. ഇവന് 101 വട്ടം സമ്മതം. എടോ പ്രസാദേ, ഇപ്പോഴും സ്മോൾ അടിയൊക്കെ ഉണ്ടോടോ? ആ മോളെ, നിന്റെ കാര്യ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്. നിന്നെ എത്രയും വേഗം കെട്ടിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ വരുന്ന 18-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. 18-ാം തീയതിയോ? അതെ, 18-ാം തീയതി തന്നെ നമുക്ക് നിശ്ചയം നടത്തണം. തുടർന്നുള്ള മുഹൂർത്തത്തിൽ എന്റെ മകനും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചിട്ടാനുള്ള യോഗം ഉണ്ടേ. അതെ, അല്ലേ? അതെല്ലാം തലയ്ക്ക് മേളിലിരിക്കുന്നവർക്ക് വിചാരിക്കണം. ഈശ്വര, ഓ ചെറുതാൻ എവിടെ നോക്കിയാലും. അല്ല, പെണ്ണിന്റെ അച്ഛനോ ഒന്നും കാണാതെ സംസാരിക്കാതെ? എന്തിന്? അവരൊക്കെ വലിയ വലിയ ആളുകളാ. ഒന്നിനും സമയമില്ല. തിരക്കോട് തിരക്ക്. ഒന്ന് അതിനും സമയമില്ല. ഇപ്പൊ തന്നെ ഇക്കണ്ട സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ എന്നെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിട്ടു നോക്കും. ഞാൻ ഏറ്റു. ഞാനില്ലേ? എല്ലാം പറഞ്ഞതുപോലെ. അതെ, വരുന്ന 18-ാം തീയതി വിവാഹ നിശ്ചയം. യെസ്.